ശരിക്കും ഇത് കേക്ക് ഉണ്ടാക്കണേ ചോക്ലേറ്റ് ആണോ വനിലയാണോ? സോ നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് നമുക്ക് 3 മുട്ട വേണം. മുട്ടയുടെ വെള്ള എടുത്ത് ആദ്യം അടിച്ചെടുക്കുക. ആദ്യം ചെറിയ സ്പീഡിൽ നിന്ന് പിന്നെ സ്പീഡ് കൂട്ടി വരിക. ഇതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സ്റ്റിഫ് പീക്ക് ആവണ വരെ മിക്സ് ചെയ്യുക. അതായത് കമുത്തി കഴിഞ്ഞാൽ വരില്ല, അത്രയും കട്ടിയിലിരിക്കും. ഇനി അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ബൗളിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുത്ത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ പിന്നെ 2 കപ്പ് പൊടിച്ച ഷുഗർ കുറച്ച് ആഡ് ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചെറിയ സ്പീഡ് പിന്നെ ഹൈ സ്പീഡിൽ ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് അടിച്ച് അവിടേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആദ്യം നമുക്ക് 1 കപ്പ് മൈദ വേണം, കൊക്കോ പൗഡർ 3/4 കപ്പ് വേണം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുക, സിഫ്റ്റ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്ക് ബാറ്റർ കിട്ടാൻ. ഇനി ഇതിൽ മഞ്ഞ മുട്ടയുടെ മിക്സിലേക്ക് അടിച്ച് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് നമ്മുടെ മുട്ടയുടെ വെള്ള ചേർത്ത് അതൊന്ന് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ടെക്നിക്ക്, സ്പാച്ചിൽ ഇനി ഇപ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്ത് അതൊന്ന് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ബേക്കിംഗ് പാന് വെക്കുക. അതുപോലെ തന്നെ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 35 മുതൽ 45 മിനിറ്റാണ് 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം കേക്കിൻ്റെ ആദ്യത്തെ ലെയറിലേക്ക് 1/2 കപ്പ് മിൽക്ക്, അതിൽ 1 ടീസ്പൂൺ മിൽക്ക് മേഡും കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കേക്കിനെ സോക്ക് ചെയ്തെടുക്കുക. അത് വലിച്ചെടുക്കും കേട്ടോ കേക്ക് സ്പോഞ്ച്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ലെയർ കിട്ടാൻ. രണ്ടാമതായിട്ട് നമ്മൾ ചോക്ലേറ്റ് മൂസ് ലെയർ ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് 200 ഗ്രാം അരിഞ്ഞത് അതിലേക്ക് ഇത്തിരി പാലൊഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ജലാറ്റിൻ ഇട്ട് ഇതിലേക്ക് ചോക്ലേറ്റിലിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രഷ് ക്രീമും 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും മിക്സ് ചെയ്തതിന് ശേഷം ഈ ചോക്ലേറ്റ് മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് കേക്കിലേക്ക് പോർ ചെയ്യുക. ജലാറ്റിൻ ഒഴിക്കുന്നത് നല്ലതായിട്ട് നമുക്ക് സെറ്റായി ആ മൂസ് പോലത്തെ ടെക്സ്ചർ കിട്ടാനാണ്. റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 3ാമത്തെ കേക്ക് ലെയർ വെച്ച് വീണ്ടും ഇതുപോലെ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് കൊണ്ട് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ 4ാമത്തെ ലെയർ വൈറ്റ് ചോക്ലേറ്റ് മൂസാണ്. അപ്പോൾ പാലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും വൈറ്റ് ചോക്ലേറ്റും മിക്സ് ചെയ്തതിന് ശേഷം ഉരുക്കിയതിന് ശേഷം അതിലേക്ക് ഉരുക്കിയ ജലാറ്റിൻ മിക്സ് ആഡ് ചെയ്ത് ഇതിൻ്റെ മേലെ പോർ ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഓൾസോ കമൻറ്റ് ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.